Arrivals Men Apparels near Town Square, Vandoor. നീറ്റ് വിഷയത്തിൽ ഡിവൈഎഫ്ഐ സുപ്രീം കോടതിയെ സമീപിച്ചതായി അഖിലേന്ത്യാ പ്രസിഡന്റ് വി.പി. സാനു. എൻട്രൻസ് മുഴുവനായും നിർത്തിവെക്കണമെന്ന് പറയാനാവില്ല എന്നും ഒരു അന്വേഷണം കൃത്യമായി നടത്തിയാൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്നും അപാകതകൾ നടന്ന സ്ഥലങ്ങളിൽ റീടെസ്റ്റ് നടത്തണമെന്നും വി.പി. സാനു മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും നീറ്റിന്റെ വിഷയത്തിൽ ഇപ്പോൾ ഞങ്ങൾ നിലവിൽ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ കേസ് SFI ഫയൽ ചെയ്തിട്ടുണ്ട്. നീറ്റുമായി റദ്ദാക്കണമെന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയിട്ടുള്ള ഒരു പരീക്ഷയാണ്. അതിൽ ബഹുഭൂരിപക്ഷവും ഇതിലെ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ക്രമക്കേടിന്റെ ഭാഗമായവരല്ല. ഇപ്പോൾ ചില സെന്ററുകളിൽ ഈ പ്രശ്നം വന്നിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ ഈ വിഷയം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധ സംസ്ഥാനങ്ങളിൽ, ഭൂരിഭാഗം സംസ്ഥാനങ്ങളിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടേ ഇല്ല. അപ്പം അത്തരം സ്ഥലങ്ങളിൽ മുഴുവൻ ഈ എൻട്രൻസ് പൂർണ്ണമായും നിർത്തലാക്കണം അല്ലെങ്കിൽ റദ്ദ് ചെയ്യണം എന്ന് പറയുന്നതിന് ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇതിൽ അന്വേഷണം നടത്തി എവിടെയൊക്കെ പ്രശ്നം നടന്നിട്ടുണ്ടോ അവിടെ ഇത്തരത്തിലുള്ള പരീക്ഷ റദ്ദാക്കണം. കാരണം ഇപ്പോൾ അവിടെ 720 720 മാർക്ക് കിട്ടിയ കുട്ടികളാണ്, നല്ല മെറിറ്റുള്ളവരാണ്. രണ്ടാമത് റീടെസ്റ്റ് നിർത്തിയാലും അവർക്ക് പാസ്സാവുകയും ചെയ്യാം. 720 ഒറ്റപ്പെട്ട് ഒരു സ്ഥലത്ത് ഇപ്പോൾ 720 കിട്ടുന്നു എന്നുള്ളത് ഒരു അപാകമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. 720 മുമ്പും പിന്നെ പല കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം ഒരു കേന്ദ്രത്തിൽ എഴുതുന്ന 38 കുട്ടികൾക്ക് 720 കിട്ടും. അതല്ലെങ്കിൽ സെക്കൻഡറി പരീക്ഷയ്ക്കും അതിന് മുമ്പ് അവർ എഴുതിയിട്ടുള്ള പരീക്ഷയ്ക്കൊന്നും മാർക്ക് വളരെ കുറഞ്ഞാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഗുജറാത്തിലെ ഒരു വിദ്യാർത്ഥിയുടെ ഉദാഹരണം പറഞ്ഞു. ഫിസിക്സിൽ 100ൽ 21 മാർക്കാണ്. 720 705 മാർക്ക് ഈ കുട്ടിക്ക് കിട്ടുക. ഈ കുട്ടി പഠിച്ചതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ ഭാഗമായിട്ട് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള തന്നെയാണല്ലോ, എഴുതിയിട്ടാണല്ലോ അയാൾക്ക് 720 705 മാർക്ക് കിട്ടുന്നത്. ഇപ്പോൾ വലിയ അപാകം നടന്നെന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ ഇപ്പോൾ കുറേ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഒരു അന്വേഷണം കൃത്യമായി നടത്തിയാൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരും. അപ്പം അത്തരം കേന്ദ്രങ്ങൾ, സെന്ററുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന അത്തരമിടങ്ങളിൽ ഈ പരീക്ഷ റീടെസ്റ്റ് നടത്തണം. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.